Hello, welcome back to my channel and I'm Nimisha Davies. നമ്മളെ ലാസ്റ്റ് സീരീസിൽ ഏതാ നോക്കിയിട്ടുണ്ടായിരുന്നത് നംപൈ മലയാളം ട്യൂട്ടോറിയൽ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിനിഷ് ചെയ്തത് അല്ലേ. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ അടുത്ത ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാണ് പാണ്ടാസ്. അടുത്ത ടൂളിലോട്ട് കയറാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചതൊക്കെ സെറ്റാക്കി മൈൻഡ് റീഫ്രഷ് ചെയ്തിട്ടോ ആയോ നമുക്ക് പുതിയൊരു സീരീസിലോട്ട് കയറാം. നിങ്ങൾ നംപൈ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റിൽ പോവാ, നംപൈ മലയാളം ട്യൂട്ടോറിയൽ എന്നുണ്ടായിരിക്കും, അത് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതല്ല എന്താ നിങ്ങൾക്ക് പവർ ബി ഐ ആണെങ്കിൽ അത് ഓൺഗോയിങ് ആണ്. ഒരു 8 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, 8-9 വീഡിയോസ് ഓൺഗോയിങ് ആണ്. അത് നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നംപൈ എന്തായാലും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്നാലേ നമ്മൾ പാണ്ടാസിലോട്ട് കയറിയിട്ട് കാര്യമുള്ളൂ. അതേപോലെ പൈത്തണും വാച്ച് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഏതാണ്? പാണ്ടാസ് ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്താണ്? നംപൈ ആണ് അല്ലെ. നംപൈ എന്തായിരുന്നു? ഒരു EDA ടൂളാണ്. ന്യൂമറിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു EDA ടൂളാണ് എന്ത്? നംപൈ. പാണ്ടാസും അതെന്താണ്? ഒരു EDA ടൂളാണ് എന്ത്? പാണ്ടാസ് എന്നുള്ളത്. അതേപോലെ എന്താണ് ഇതും അതേ ഒരു പൈത്തന്റെ ലൈബ്രറിയാണ്. നംപൈയുടെ പോലെ തന്നെ ഒരു ലൈബ്രറിയാണ് എന്ത്? പാണ്ടാസ് എന്നുള്ളത്. നംപൈ നമ്മൾ ന്യൂമറിക്കൽ ഓപ്പറേഷൻസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാണ്ടാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റ മാനിപ്പുലേഷനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നംപൈനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും പാണ്ടാസ് ആയിരിക്കും. അതുകൊണ്ട് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഡാറ്റ അനാലിസിസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിലോട്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കസ്റ്റമറിന്റെ ID ഉണ്ടാവാം, പേരുണ്ടാവാം, ഏജ് ഉണ്ടാവാം, ലൊക്കേഷൻ ഉണ്ടാവാം, മൊബൈൽ നമ്പർ ഉണ്ടാവാം. ഈ 5 ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നോക്കുന്നത് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിട്ട് ഞാനൊരു മെമ്പർഷിപ്പ്, ഫ്രീ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഷോപ്പിൽ. അപ്പൊ എനിക്ക് എന്ത് അനലൈസ് ചെയ്യണം? കസ്റ്റമറിന്റെ ഏജ് 60-നും കൂടുതലായിട്ടുള്ളവർ ആരൊക്കെയെന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തൃശ്ശൂർ ബ്രാഞ്ചിലുള്ളവർക്ക് മാത്രം 95% ഓഫർ ഞാൻ കൊടുക്കുന്നുണ്ട്, ഓഫ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അവരുടെ ലൊക്കേഷൻ തൃശ്ശൂരുള്ളവർ ആരൊക്കെ എന്നുള്ളത് എനിക്ക് അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? അത് നമുക്ക് മാനിപ്പുലേഷൻ തന്നെ, ഡാറ്റ അനാലിസിസ് മാനിപ്പുലേഷന്റെ അണ്ടറിൽ വരാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡാറ്റ ക്ലീനിങ്, അതും ഏതിലാണ്? ഈ ഒരു ഡാറ്റ മാനിപ്പുലേഷൻ പ്രോസസ്സിന്റെ അണ്ടറിൽ വരാം. ഡാറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ഡാറ്റാസ് കിട്ടും അല്ലേ. അതിലൊരുപാട് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കസ്റ്റമർ ഡാറ്റയിൽ തന്നെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ മൊബൈൽ നമ്പർ തരാത്തവരുണ്ടായിരിക്കാം, അതൊക്കെ മിസ്സിംഗ് വാല്യൂസ് ആയിരിക്കാം അല്ലേ. അല്ലെങ്കിൽ അവരുടെ ഏജ് അവർ കറക്റ്റ് പറയാത്തവരുണ്ടായിരിക്കാം, അത് മിസ്സിംഗ് വാല്യൂസിൽ വരാം ഇല്ലേ. ചിലപ്പോൾ പേര് പറയാതെ നമ്പർ മാത്രം കൊടുക്കുന്നവരുണ്ടായിരിക്കാം, അങ്ങനെ മിസ്സിംഗ് വാല്യൂസ് വരാം. അപ്പൊ നമുക്ക് ഡാറ്റ സെറ്റ് കിട്ടുമ്പോൾ അതിൽ ഒരുപാട് മിസ്സിംഗ് വാല്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ദി മിസ്സിംഗ് വാല്യൂസ്. ഡാറ്റ ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യണതായിരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്കിപ്പം ഒരു കാറിന്റെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഓരോ കാറിനുള്ള മൈലേജ് കൊടുത്തിട്ടുണ്ടായിരിക്കും. മൈലേജ് ഇപ്പൊ കൊടുക്കുന്നത് 20 km/ലിറ്റർ അല്ലെങ്കിൽ 15 km/h, അങ്ങനെ രീതിയിലായിരിക്കും. അതിന് യൂണിറ്റ് അടക്കം കൊടുക്കുന്നുണ്ടായിരിക്കും ഇല്ലേ. ഇപ്പൊ നമുക്ക് MI മോഡൽ ചെയ്യേണ്ട ടൈമിൽ, MI മെഷീൻ ലേണിംഗ് മോഡൽ ചെയ്യേണ്ട ടൈമിൽ നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റാസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, സ്ട്രിങ് യൂസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു 20 km/ലിറ്റർ ഇതിൽ വരുമ്പോൾ 20 എന്നുള്ളത് ന്യൂമറിക്കലും ബാക്കിയുള്ളത് എന്താണ്? സ്ട്രിങ് ആണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് മോഡൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്ട്രിങ് ഡാറ്റാസ് യൂസ് ചെയ്യില്ല. അപ്പൊ എനിക്ക് എന്താ 20 അല്ലെങ്കിൽ 25, 30 അങ്ങനത്തെ നമ്പേഴ്സ് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ സമയത്ത് എനിക്ക് എന്താ ഈ സ്ട്രിങ് ഡാറ്റനെ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. സോ വി ഹാവ് ടു റിമൂവ് ദി സ്ട്രിങ് ഡാറ്റ. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റനെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യണതോ അല്ലെങ്കിൽ സ്ട്രിങ് ഡാറ്റാസ് റിമൂവ് ചെയ്യണതോ. അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ചെയ്യാണ്. അപ്പം ആ ടൈമിൽ നമുക്ക് എല്ലാ കോണവും ആവശ്യം ഉണ്ടാവില്ല.
ഇപ്പോൾ ഒരു 19 കോളം ഉണ്ടെങ്കിൽ അതിൽ 50 കോളും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡാറ്റ സെറ്റിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഐറിസ് ഫ്ലവറിന്റെ ഡാറ്റ സെറ്റ് കണ്ടിട്ടുണ്ടോ? 1 സെക്കൻഡ്. ഈ Kaggle.comൽ പോവുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, മെഷീൻ ലേണിംഗ് പഠിക്കുന്ന ടൈമിൽ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതിൽ ഒരുപാടുണ്ട്, ഫീൽഡുകൾ വരുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഈ എക്സാമ്പിളിലല്ല, ഈ ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ ഇപ്പം ഐറസ് ഫ്ലവറിന്റെ ഡാറ്റ സെറ്റിന്റെ കേസിൽ വരാണെങ്കിൽ നമുക്കിപ്പം ഐറസ് ഫ്ലവറിന് ID ഉണ്ട്. ആ ഒരു ഡാറ്റ സെറ്റിലുള്ള ഫീൽഡാണ് കേട്ടോ. ID ഉണ്ട്, പിന്നെ സ്പീഷ്യസിന്റെ പേരുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതിൽ പിന്നെ നമുക്ക് വേണ്ടതാണ് സെപ്പൽ ലെങ്ത്. അതൊക്കെ ആ ടൈമിൽ പറഞ്ഞുതരാം. ഉണ്ടാവുന്ന ഫീൽഡ് പറയുന്നതാണ് കേട്ടോ. സെപ്പൽ ലെങ്ത്, സെപ്പൽ സ്പെല്ലിംഗ് വരപ്പോയി, വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് വരക്കുമെന്ന്, പിന്നെ പെറ്റൽ വിഡ്ത്ത്. ഓക്കെ, ഇത്രയൊക്കെ ഫീൽഡുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഈ കാര്യങ്ങളാണ് നമുക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവുള്ളൂ. സ്പീഷ്യസ്, സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്. അതിൽ നമുക്ക് ID-യുടെ കോളത്തിന് ആവശ്യമുണ്ടോ? അപ്പൊ നമുക്ക് എന്താണ്, ഈ ആവശ്യമില്ലാത്ത കോളത്തിന് നമുക്ക് റിമൂവ് ചെയ്യാം, ഇല്ലേ? അപ്പൊ റിമൂവ് അൺവാണ്ടഡ് കോളംസ്. ഓക്കെ, അത് നമുക്ക് ഏതിൽ വരാം? ഡാറ്റ ക്ലീനിങ്ങിൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ക്യാൻസർ പേഷ്യന്റിന്റെ പ്രിഡിക്ഷൻ ചെയ്യാണ്, അതിലെന്തുണ്ടായിരിക്കും? കുറേ ഫീൽഡുകൾ ഉണ്ടായിരിക്കും. ആളുടെ പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ലൊക്കേഷൻ, ഏജ്, പിന്നെ ആൾ ആൽക്കഹോളിക് ആണോ, സ്മോക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. സ്മോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേണം, ആൽക്കഹോളിക് ആണോ എന്നുള്ളത് വേണം, ഏജ് വേണം. അതിൽ നമുക്ക് ആളുടെ ലാസ്റ്റ് നെയിമോ അഡ്രസ്സോ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, അല്ലേ? അപ്പൊ നമുക്ക് ആ പ്രിഡിക്ഷൻ നടത്താൻ ആവശ്യമുള്ള ഡാറ്റാസ് മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുള്ളൂ. അതൊക്കെ നമുക്ക് ഏതിൽ വരാം? ഈ ഡാറ്റ ക്ലീനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ അനാലിസിസ് ആവാം, ഡാറ്റ ക്ലീനിങ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ സ്ട്രക്ചർ എന്താ? ഡാറ്റ സ്ട്രക്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡാറ്റ സ്ട്രക്ചർ പൈത്തണിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ കളക്ഷൻ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതൊക്കെയാ? ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി, സെറ്റ്. അതിന് പുറമെ നമ്മളിപ്പോൾ നംപൈയിൽ എത്തിയപ്പോൾ അറേ എന്നുള്ള കൺസെപ്റ്റും കൂടി പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പാണ്ടാസിലും നമുക്ക് കുറച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതല്ല പാണ്ടാസ് ഡാറ്റ സ്ട്രക്ചർ. 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് പാണ്ടാസിൽ വരുന്നത്. ഫസ്റ്റ് വൺ ആണ് സീരീസ്, സെക്കൻഡ് വൺ ഡാറ്റ ഫ്രെയിം, തേർഡ് വൺ പാനൽ. സീരീസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ 1 ഡയമെൻഷണൽ ഡാറ്റ സെറ്റ് വരുന്ന ടൈമിലാണ് നമ്മൾ സീരീസ് യൂസ് ചെയ്യുക. 1 ഡയമെൻഷണൽ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? അതാണ് ഈ ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി, സെറ്റ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? 1 ഡയമെൻഷണൽ ഡാറ്റ സെറ്റ് ആണ് വരുന്നുണ്ടായിരിക്കുക. ഇനി ഡാറ്റ ഫ്രെയിം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? അത് 2 ഡയമെൻഷണൽ ഡാറ്റ സെറ്റ് വരുന്ന ടൈമിലാണ് ഡാറ്റ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. 2 ഡയമെൻഷണൽ എപ്പോഴൊക്കെ വരുന്നേ? നെസ്റ്റഡ് ലിസ്റ്റ്, നെസ്റ്റഡ് ഡിക്ഷണറി, പിന്നെ ഡാറ്റ സെറ്റുകൾ വരുന്ന ടൈമിൽ. ഡാറ്റ സെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമറിന്റെ ഫയലിൽ ഒരു CSV ഫയൽ, അല്ലെങ്കിൽ മൂവീസിന്റെ ഒരു എക്സൽ ഫയൽ, ക്യാൻസർ പ്രഡിക്ഷന്റെ ഒരു എക്സൽ ഫയൽ, അങ്ങനെ ഫയലായിട്ട് വരില്ലേ, അതിനാണ് നമുക്ക് ഡാറ്റ സെറ്റ് എന്ന് പറയാം. അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും? ഡാറ്റ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യും. പാനൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക 3D ഡാറ്റാസ് വരുമ്പോഴാണ് നമ്മൾ പാനൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. 1 സെക്കൻഡ്. ഓക്കെ, 3Ds വരുമ്പോഴാണ് നമ്മൾ പാനൽ യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾക്ക് യൂഷ്വലി പാനൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ ഏറ്റവും കൂടുതലും സീരീസും ഡാറ്റ ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡാറ്റ ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഞാനതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഈ പാണ്ടാസിൽ എന്ത് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഡാറ്റേനെ ആദ്യം ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പാണ്ടാസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിലോട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ദാറ്റ്സ് ഫോർ ദിസ് വീഡിയോ. ഇന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. Thank you. Have a nice day.